നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയിൽ നിന്ന് NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. ഭീകരപ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തുന്നതിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഫണ്ട് സ്വരൂപിക്കുന്നതിലുമുള്ള പങ്കിനെ സംബന്ധിച്ച വിവരങ്ങളാണ് കിട്ടിയത്. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും NIA വ്യക്തമാക്കിയിട്ടുണ്ട്. ജിഷാദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ജിഷാദ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫണ്ട് കൈമാറ്റം സംബന്ധിച്ച് ഇസ്ലാമിക ഭരണത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്നലെയാണ് തീവ്രവാദ കേസിൽ കുറ്റം ചുമത്തിയ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൊയ്തീൻകുട്ടിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം NIA മൊയ്തീൻകുട്ടിയെ ചോദ്യം ചെയ്തിരുന്നു. ആയുധങ്ങൾ കൈകാര്യം ചെയ്യൽ, അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ മൊയ്തീൻകുട്ടിയുടെ പങ്കിനെ കുറിച്ച് ചോദ്യം ചെയ്യൽ മൊയ്തീൻകുട്ടി വെളിപ്പെടുത്തിയതായാണ് NIAക്ക് ലഭിച്ച സൂചനകൾ. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ മൊയ്തീൻകുട്ടിയുടെ പങ്ക് NIAക്ക് വെളിവായിട്ടുണ്ട്. അന്വേഷണത്തിനിടെ ഇയാളുടെ വീട്ടിലും NIA പരിശോധന നടത്തിയതായും ചില രേഖകൾ പിടിച്ചെടുത്തായും അറിവായിട്ടുണ്ട്. അക്രമ ജിഹാദ് എന്ന വിഭജന ആശയം പ്രചരിപ്പിക്കുന്നതിനായാണ് ഈ ഗൂഢാചരണം നടത്തിയത്. ഇതിനായി ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ് അഥവാ ശാരീരിക ആയോധന പരിശീലന വിഭാഗം, അതുപോലെ തന്നെ സർവീസ് ടീം എന്നിവ അടക്കമുള്ള സ്ഥാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. ഇയാളുടെ പാസ്പോർട്ട് കാലാവധി ഈ വരുന്ന 21-ാം തീയതി കഴിയുകയാണ്. അതുകൊണ്ടാണ് വിദേശത്ത് തുടരാതെ ഇയാൾ നാട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് NIAയുടെ കയ്യിൽ ഇയാൾ അകപ്പെടുന്നത്. 2022-ലാണ് ഓപ്പറേഷൻ ഒപ്റ്റോക്സ് എന്ന പേരിൽ രാജ്യവ്യാപകമായി PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. അന്ന് റെയ്ഡിന് പിന്നാലെ PFI നിരോധന കൂടി ചെയ്തതോടെ മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതോടെ മൊയ്തീൻകുട്ടി ഒളിവിൽ പോയി. വളാഞ്ചേരി സ്വദേശിയാണ് ഇയാൾ. രാജ്യത്താകമാനം NIA വല വീശിയെങ്കിലും മൊയ്തീൻകുട്ടി നാടുവിട്ടിരുന്നു. പിന്നീട് ഇയാൾക്ക്, അതായത് ഒരു 3 മാസം മുമ്പേ ഇയാൾക്ക് വേണ്ടി ഇനാം പ്രഖ്യാപിച്ചിരുന്നു. 7 ലക്ഷം രൂപ വരെ ഇയാൾക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു NIA. പിന്നീടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് 21-ാം തീയതി ഇയാളുടെ പാസ്പോർട്ട് കാലാവധി കഴിയുന്നതിനനുസരിച്ചാണ് ഇയാൾ നാട്ടിലേക്ക് എത്തുന്നത്. ഇന്നലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇയാൾ അറസ്റ്റിലാവുന്നത്. വിദേശത്തായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. രാജ്യത്താകമാനം വിമാനത്താവളങ്ങളിൽ ലിക്കോട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു NIA. ഒടുവിൽ ഇപ്പോൾ മൊയ്തീൻകുട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി അറസ്റ്റിലായിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി, ജിഷാദ് വളാഞ്ചേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.